നമസ്കാരം. 2026 കേരള PSC ചോദിച്ച കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും കൂടി നമുക്ക് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് 2026 PSC നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. നമ്മൾ അറ്റൻഡർ മെയിൻസ് വരെയുള്ളതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും അത്രയാണ് കേട്ടോ നമ്മൾ തരുന്നത്. ആദ്യം നമ്മൾ BFOൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26. ഓപ്ഷൻ സി 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത്, അല്ലേ? ഈ ദിവസം ആണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് ജനുവരി 26 ഈ ദിവസത്തിൻ്റെ ഓർമ്മയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഇനി ബാക്കി ഓപ്ഷൻസ് നോക്കി. 1946 ഡിസംബർ 9 എന്തായിരുന്നു പ്രത്യേകത? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത്, അല്ലേ, ഡിസംബർ 9. ദെൻ 1949 നവംബർ 26 അത് ഭരണഘടന അംഗീകരിച്ച ദിവസം. നമ്മൾ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാ നവംബർ 26 അല്ലേ? ഓക്കെ. പിന്നെ 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായതല്ലേ, കേരള പിറവി. ഓക്കെ. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ആരായിരുന്നു? ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അല്ലേ? 1946 ഡിസംബർ 11 സ്ഥിരം പ്രസിഡൻ്റായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ബാക്കി ഡോക്ടർ BR അംബേദ്കർ ഏത് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു? BR അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു, ആണല്ലോ. മൗലാന അബുൽ കലാം ആസാദ് എന്താ പ്രത്യേകത? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, അല്ലേ? സർദാർ വല്ലഭായ് പട്ടേൽ മൗലികാവകാശ ഉപദേശക സമിതിയുടെ അധ്യക്ഷനായിരുന്നു, അല്ലേ? ഹ്യൂമൻ റൈറ്റ്സ്. അടുത്ത ചോദ്യം, ദേശീയ ഭരണഘടനാ ദിനം എന്നാണ്? ദേശീയ ഭരണഘടനാ ദിനം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു എന്നാണ്? നവംബർ 26, അല്ലേ? 1949 നവംബർ 26 ഭരണഘടന അംഗീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് കേട്ടോ. 2015 മുതൽ ഈ ദിവസം ഭരണഘടനാ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ബാക്കി ജനുവരി 26 റിപ്പബ്ലിക് ഡേ, ഡിസംബർ 9 തൊട്ട് മുമ്പ് പറഞ്ഞ ആദ്യ യോഗം ചേർന്നത് തന്നെ ഓർത്തു വയ്ക്കാം. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനവുമാണ്. പൗരന്മാരുടെ മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? പൗരന്മാരുടെ മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി 42ാം ഭേദഗതി. ഓപ്ഷൻ എ 42ാം ഭേദഗതിയാണ്. ഏത് വർഷമാണത്? 1976, അല്ലേ? 76 42ാം ഭേദഗതി വഴിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരവുമാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക കേട്ടോ. പാർട്ട് ഏതാ? പാർട്ട് മൗലിക ചുമതലകളുടെ പാർട്ട് 4A. ആർട്ടിക്കിൾ വരുന്നത് 51A ആണ്. 4Aയും 51Aയും ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത്, കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ഏതാണ്? ഇന്ത്യ, അല്ലേ? ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന സ്ഥാനാർത്ഥി വിജയിക്കുന്ന രീതി, അതാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായം. ഇന്ത്യയിലെ ലോക്സഭ, നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇതാണ് യൂസ് ചെയ്യുന്നത്. ബാക്കി ഓപ്ഷൻസ് നോക്കി. ഫ്രാൻസ്, ഇസ്രായേൽ, നെതർലാൻഡ്. അതെന്താ? അത് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിൻ്റെ വിവിധ മാതൃകകൾ പിന്തുടരുന്നവരാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് BFO റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് APO അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഓഫീസറിൻ്റെ ചോദ്യങ്ങളിലേക്ക് പോയാലോ. ആദ്യം ശരിയായ ജോഡി കണ്ടെത്തുക. ഓക്കെ, നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള വായിക്കാം, എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് പോവാം. ഭരണഘടനാ ലക്ഷ്യപ്രമേയം, ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥിരം അധ്യക്ഷൻ, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷൻ, ഭരണഘടനാ നിർമ്മാണ സഭ താൽക്കാലിക അധ്യക്ഷൻ. റൈറ്റ് സൈഡിൽ എന്തൊക്കെയുണ്ട്? ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സർദാർ പട്ടേൽ, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. എങ്ങനെയൊക്കെ വരും? ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു, ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥിരം അധ്യക്ഷൻ നമ്മൾ തൊട്ടു മുമ്പ് കണ്ടല്ലേ, രാജേന്ദ്ര പ്രസാദ്, ശരിയാണ്. അടുത്തത്, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷൻ സർദാർ പട്ടേൽ ആണോ? തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞല്ലേ റിലേറ്റഡ് ഫാക്റ്റിൽ സർദാർ പട്ടേൽ അല്ല, അവിടെ ആരാ വരുന്നത്? BR അംബേദ്കർ ആയിരുന്നു, അത് തെറ്റി. ദെൻ ഭരണഘടനാ നിർമ്മാണ സഭ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, അത് കറക്റ്റാണ്. ഇപ്പം ശരിയായ ജോഡി ഏതൊക്കെ വരുന്നുണ്ട്? 1, 2, 4, അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്.
അടുത്ത ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ മൗലികാവകാശത്തെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന ഏത്? നമുക്ക് പ്രസ്താവനകൾ വായിച്ചു നോക്കാം. വ്യക്തിത്വ വികസനത്തിന് അടിസ്ഥാനമായ അവകാശങ്ങൾ, ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്നതിന് പൗരന് ലഭിക്കേണ്ട അവകാശങ്ങൾ, ഒരു രാജ്യത്തെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ഭരണഘടന സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങൾ, ഒരു പൗര സമൂഹ ജീവിതത്തിന് അടിസ്ഥാനമായ അവകാശങ്ങൾ. എന്തിനെ പറ്റിയാണ്? മൗലിക അവകാശത്തെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാ വരുന്നത്? ഓപ്ഷൻ സി. ഒരു രാജ്യത്തെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ഭരണഘടനയാൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന അവകാശങ്ങളെ നമുക്ക് എന്ത് പറയാം? മൗലികാവകാശം എന്ന് പറയാം, അല്ലേ? മൗലികാവകാശം ഭരണഘടനയുടെ 3-ാം ഭാഗത്തിലാണ് കേട്ടോ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? അത് ജസ്റ്റിഫിബിൾ ആണ്, അതായത് കോടതികൾ വഴി നമുക്കത് എന്ത് ചെയ്യാൻ നടപ്പിലാക്കാൻ സാധിക്കുന്നതും ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ പാർലമെൻറ്റിനെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇന്ത്യയുടെ കേന്ദ്ര നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ് ലോകസഭ. സ്പീക്കർ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. അപ്പം ഇന്ത്യൻ പാർലമെൻറ്റിനെ കുറിച്ച് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കി, ഒന്നുകൂടി നോക്കിയാലോ നമുക്ക്. ഇന്ത്യയുടെ കേന്ദ്ര നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റാണ്. ശരിയാണോ? ശരിയാണ്. നിയമനിർമ്മാണ സഭ ശരിയാണ്. ഇനി ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്, അതായത് ലോക്സഭയും രാജ്യസഭയും ഉണ്ടെന്നാണ് പറയുന്നത്, അല്ലേ? അത് ശരിയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ ലോകസഭയാണെന്ന് പറയുന്നു, അത് ശരിയാണോ? അത് തെറ്റാണല്ലേ. ഉപരിസഭ ഏതാണ്? രാജ്യസഭയാണ്. ഇനി സ്പീക്കർ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണെന്ന് പറയുന്നു, സ്പീക്കർ ആണോ? അല്ല. എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ് രാജ്യസഭയുടെ? ഉപരാഷ്ട്രപതിയാണ്. അപ്പോൾ നമ്മളോട് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 2ഉം ശരി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങൾ തമ്മിലും തർക്കങ്ങൾ ഉടലെടുത്താൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സുപ്രീം കോടതിയുടെ അധികാരത്തെ പറയുന്ന പേരെന്ത്? എന്തധികാരമാണ്? ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ ഇപ്പോൾ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലോ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തമ്മിലോ തർക്കങ്ങൾ ഉണ്ടായാൽ പ്രശ്നം പരിഹരിക്കണമല്ലോ. അപ്പോൾ അതിന് സുപ്രീം കോടതിക്ക് ഉള്ള ആ അധികാരത്തിന് പറയുന്ന പേരെന്താണെന്നാണ്. ഏതധികാരമാണ്? ഓപ്ഷൻ ഡി, ഉത്ഭവാധികാരം, ഒറിജിനൽ ജൂറിസ്ഡിക്കേഷൻ അല്ലെങ്കിൽ പ്രാരംഭ അധികാരം എന്നൊക്കെ പറയും. ഓക്കെ. അത് നമ്മുടെ ഭരണഘടനയുടെ അനുച്ഛേദം 131 പ്രകാരം ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ നേരിട്ട് സുപ്രീം കോടതിയുടെ മുന്നിലെത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഉത്ഭവാധികാരം എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അപ്പീൽ അധികാരം എന്ന് പറയുമ്പോൾ എന്താണ്? കീഴ്ക്കോടതി വിധിക്കെതിരെ ഉള്ളത്, അല്ലേ? അതാണ് അപ്പീൽ അധികാരം. ഉപദേശക അധികാരം എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രപതിക്ക് നൽകുന്ന ഉപദേശത്തിൽ വരുന്നതാണ്. അത് ആർട്ടിക്കിൾ 143 വരുന്നത്. റിട്ട് അധികാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആർട്ടിക്കിൾ 32 അല്ലേ? മൗലികാവകാശ ലംഘനത്തിനൊക്കെ എതിരെയുള്ളതാണിത്, റിട്ട്. അടുത്ത ചോദ്യം, രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ ഉൾപ്പെടാത്തതാണ് കേട്ടോ, ശ്രദ്ധിക്കണം. ഓക്കെ. രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ, മന്ത്രിസഭാ ഉപദേശം സ്വീകരിക്കാതെ തിരിച്ചയക്കൽ, പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പാസ്സാക്കിയ ധനബിൽ ബാക്കി പാസ്സാക്കിയ ബില്ലുകൾ ഒപ്പിടാതെ കൈവശം വയ്ക്കൽ അല്ലെങ്കിൽ തിരിച്ചയക്കൽ, പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പാർട്ടിക്കും അല്ലെങ്കിൽ ഒരു മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കൽ. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വിവേചന അധികാരത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. കാരണം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ രേഖാമൂലമുള്ള ശുപാർശ നിർബന്ധമാണ്. അത് നമ്മുടെ രാഷ്ട്രപതിയുടെ ഒരു വിവേചനാധികാരമല്ല. അത് അനുച്ഛേദം 352 പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ഏത് പട്ടികയിലാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ശരിയായി ക്രമപ്പെടുത്തിയിരിക്കുന്നത്? യൂണിയൻ ലിസ്റ്റിലുള്ളത് ഇതിലാണ് 4 യൂണിയൻ ലിസ്റ്റിൽ വരുന്നത്. ഏതാ വരിക? ഓപ്ഷൻ ബി ആണ് കേട്ടോ. പ്രതിരോധം, ആണവോർജം, തുറമുഖം, വിദേശകാര്യം. ഇത് 4 കേന്ദ്ര സർക്കാരിൻ്റെ പരിധിയിലാണ് വരുന്നത്. പിന്നെ നോക്കി, ഓപ്ഷൻ എയിലുള്ള പോലീസ്, അതോടൊപ്പം തന്നെ പോലീസും ജയിലും അത് ഏതിൽ? സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്, അല്ലേ?
ഇവിടെ കൃഷി പറയുന്നുണ്ട് ഓപ്ഷൻ സിയിൽ. കൃഷി സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ദെൻ പ്രാദേശിക ഗവൺമെൻറ് പറയുന്നുണ്ട്, അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ 24 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ചോദ്യം, പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഈ ഓപ്ഷൻസിൽ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി പി തുങ്കൻ കമ്മിറ്റിയാണ് വരുന്നത് അല്ലേ. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകാൻ ശക്തമായി ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് തുങ്കൻ കമ്മിറ്റിയും അതോടൊപ്പം തന്നെ സിംഗ്വി കമ്മിറ്റി കേട്ടോ അല്ലേ, LM സിംഗ്വി. അപ്പോൾ അത് രണ്ടും ഓപ്ഷനിൽ തുങ്കന ഉള്ളത്, അതുകൊണ്ട് അത് പക്ഷെ രണ്ടും ഓർത്തിരിക്കണം കേട്ടോ. ദെൻ സർക്കാരിയ കമ്മിറ്റി ഏതായിട്ട് റിലേറ്റ് ചെയ്തതാണ്? സർക്കാരിയ അത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ചായിട്ട്. ഓക്കെ, അങ്ങനെ. ദെൻ നമ്മുടെ മണ്ഡൽ കമ്മിറ്റിയോ അത് പിന്നോക്ക വിഭാഗ സംവരണത്തെക്കുറിച്ചുള്ളതാണ് കേട്ടോ. അടുത്ത ചോദ്യം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് CEO ഡ്രൈവറിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. FPTPയുടെ ഫുൾ ഫോം പൂർണ്ണരൂപം എന്താണ്? നമ്മൾ ആദ്യം കണ്ടല്ലേ FPTPയെ പറ്റിയിട്ട്. ഇതിൽ FPTPയുടെ പൂർണ്ണരൂപമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി, ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. എന്താണ്? വോട്ടെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്നയാൾ നേരിട്ട് വിജയിക്കുന്ന അതിന് കേവല ഭൂരിപക്ഷ രീതി. അതാണ് FPTP അഥവാ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏത്? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെയുള്ളപ്പോൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കൺകറന്റിൽ വരാത്തത് ഏതാണ്? ദത്തെടുക്കൽ, തൊഴിലാളി സംഘടന, വനം, വ്യാപാരവും വാണിജ്യവും. ഏതാണ്? ഓപ്ഷൻ ഡി, വ്യാപാരവും വാണിജ്യവും അല്ലേ. അതായത് സംസ്ഥാനത്തിനകത്തെ വ്യാപാരവും വാണിജ്യവും നമ്മുടെ ഏതിൽ വരുന്നതാ? സംസ്ഥാന ലിസ്റ്റിൽ വരുന്നതാണ് കേട്ടോ, സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ബാക്കി ഇവിടെയുള്ള എന്താണ് നമ്മുടെ തൊഴിലാളി സംഘടന, ട്രേഡ് യൂണിയൻസ്, വനം അതൊക്കെ ഏതിൽ വരുന്നതാണ്? ദത്തെടുക്കലൊക്കെ ഏതിൽ വരുന്നതാണ്? കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 338B ആണ്. 338B. 102ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 2018 ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകി ഈ വകുപ്പ് കൂട്ടിച്ചേർക്കുകയായിരുന്നു ചെയ്ത്. ഓക്കെ, പിന്നെ ഇവിടെ 337 ഉണ്ട്. അതെന്താണ്? അത് ആംഗ്ലോ ഇന്ത്യൻ ആനുകൂല്യങ്ങളെയൊക്കെ പറ്റി പറയുന്നതാണ് 337. 338 എന്ന് പറയുന്നത് പട്ടികവർഗ കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷനാണ്. 338 വെറും 338 പട്ടികജാതി കമ്മീഷൻ. ഓക്കെ, അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ 12-ൽ കുറയാൻ പാടുള്ളതല്ല. ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ആകെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ 15% കവിയാൻ പാടുള്ളതല്ല. മന്ത്രിസഭ സംസ്ഥാനത്തെ നിയമസഭയോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കണമെന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് ഭരണഘടന 164(2) അനുച്ഛേദമാകുന്നു. ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം അഡ്വക്കേറ്റ് ജനറലിന് ഉദ്യോഗം വഹിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാ വരുന്നത്? എല്ലാ പ്രസ്താവനയും ശരിയാണ്. നോക്കി, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ എണ്ണം 12-ൽ കുറയാൻ പാടുള്ളതല്ല. അത് ശരിയാണ് അല്ലേ? അതെ. ഇനി മന്ത്രിമാരുടെ ആകെ എണ്ണം, അതായത് നിയമസഭാ അംഗങ്ങളുടെ എത്ര? 15%-ൽ കൂടരുത്. മന്ത്രിമാരുടെ ആകെ എണ്ണം നിയമസഭാ അംഗങ്ങളുടെ 15%-ൽ കൂടരുത്. അതും ശരിയാണ്. ദെൻ മന്ത്രിസഭയ്ക്ക് നിയമസഭയോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കും അല്ലേ? അതും ശരിയാണ്. ആർട്ടിക്കിൾ 164(2) അത് പറയുന്നത്. ഇനി ഗവർണർക്ക് താല്പര്യമുള്ളിടത്തോളം കാലം അഡ്വക്കേറ്റ് ജനറലിന് ആ പദവിയിൽ തുടരാനും സാധിക്കും. അതും ശരിയാണ്. അപ്പം 4ഉം ശരിയാണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഒരു സംസ്ഥാനത്ത് നിയമസമിതിയിലെ അംഗങ്ങൾ എന്നത് ആ സമിതിയിലെ ആകെയുള്ള സംഖ്യ ആ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളുടെ സംഖ്യയുടെ 1/3 കവിയാൻ പാടുള്ളതല്ല. ഒരു സംസ്ഥാനത്തിൻ്റെ നിയമസഭയിലെ അംഗം തൻ്റെ സ്ഥാനം സ്വീകരിക്കുന്നതിന് മുമ്പ് ഗവർണറുടെയോ അദ്ദേഹം അതിലേക്ക് നിയമിക്കുന്ന ആളുടെയോ മുമ്പാകെ പ്രതിജ്ഞ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം 189 ആകുന്നു. ഒരു പണബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുവാൻ പാടുള്ളതല്ല
എന്ന് ഭരണഘടനയുടെ 198(1) അനുച്ഛേദം പറഞ്ഞിരിക്കുന്നു. ഹൈക്കോടതിയിലെ ഏതെങ്കിലും ജഡ്ജിയുടെ കർത്തവ്യ നിർവഹണ പെരുമാറ്റത്തെപ്പറ്റി സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയിൽ ചർച്ച പാടില്ല. നമ്മളോട് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. അതായത് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 189 അല്ല, അത് 188ആണ്. 189 വോട്ടിങ്ങും അങ്ങനെയുള്ള കോറവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ബി തെറ്റായത്. ബാക്കി മൂന്നും ശരിയാണ് കേട്ടോ. അതൊന്നും കൂടി അപ്പോൾ വായിച്ചു നോക്കാം, അല്ലെങ്കിൽ ഒന്ന് വായിച്ച് പറയാം. എന്താണ് ശരിയുള്ള 3 ഒന്നും കൂടി നോക്കിയാലോ? ഒരു സംസ്ഥാനത്ത് നിയമസമിതിയിലെ അംഗങ്ങൾ എന്നത് ആ സമിതിയിലെ ആകെയുള്ള സംഖ്യ ആ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളുടെ സംഖ്യയുടെ 1/3 കവിയാൻ പാടുള്ളതല്ല. പിന്നെയോ ഒരു പണബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുവാൻ പാടുള്ളതല്ല എന്ന് ഭരണഘടനയുടെ 108(1) അനുച്ഛേദത്തിൽ പറയുന്നു. ഹൈക്കോടതിയിലെ ഏതെങ്കിലും ജഡ്ജിയുടെ കർത്തവ്യ നിർവഹണ പെരുമാറ്റത്തെപ്പറ്റി സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയിൽ ചർച്ച പാടില്ല. അത് 3 ശരിയാണ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമായ ഉത്ഭവാധികാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഏത്? ഉത്ഭവാധികാരം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അല്ലേ? ഒറിജിനൽ ജുറിസ്ഡിക്കേഷൻ എന്ന് നമ്മൾ പറഞ്ഞത് ഏതിലാണ്? 131 അനുച്ഛേദം 131. അതായത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ തീർപ്പാക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉത്ഭവാധികാരം അല്ലെങ്കിൽ ഒറിജിനൽ ജുറിസ്ഡിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത്, HD ഗൗഡയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ്? HD ദേവഗൗഡയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ്? ഓപ്ഷൻ സി IK ഗുജ്റാൾ ആണ് കേട്ടോ. ഓപ്ഷൻ സി IK ഗുജ്റാൾ. ഓക്കെ. ദേവഗൗഡ 1997 ദേവഗൗഡയ്ക്ക് ശേഷം IK ഗുജ്റാൾ ആണ് പ്രധാനമന്ത്രി ആയത്. ബാക്കി മൻമോഹൻ സിംഗ് 2004, AB വാജ്പേയി 1998, VP സിംഗ് 1989 കേട്ടോ. കേരള സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? കേരള സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് 1975 സെപ്റ്റംബർ 9. 1975 സെപ്റ്റംബർ 9. സാമൂഹ്യ ക്ഷേമ വകുപ്പ്, ഇപ്പോഴത്തെ സാമൂഹ്യനീതി വകുപ്പ് കേട്ടോ. അടുത്തത് വുമൺ CEO ആയിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. കേവല ഭൂരിപക്ഷ സമ്പ്രദായം എന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതെല്ലാം? കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന കേട്ടോ. നോക്കി, ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടിംഗ് ശതമാനത്തേക്കാൾ കൂടുതലായിരിക്കും ആ പാർട്ടിക്ക് ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം. വോട്ടർ വോട്ട് ചെയ്യുന്നത് പാർട്ടി ലിസ്റ്റുകൾക്കായിരിക്കും. വോട്ടിംഗ് ശതമാനത്തിനനുസരിച്ച് നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നു. അനുയോജ്യമല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാ വരുന്നത്? 2ഉം 3ഉം അല്ലേ? 2ഉം 3. അപ്പോൾ ഓപ്ഷൻ സി. അതായത് ഒന്നിൽ എന്താ പറയുന്നത്? ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ട് ശതമാനത്തേക്കാൾ കൂടുതലായിരിക്കും അല്ലേ? വോട്ട് ശതമാനത്തേക്കാൾ കൂടുതലായിരിക്കും സീറ്റുകളുടെ എണ്ണം. അത് കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് കറക്റ്റാണ്, അതിൻ്റെ സവിശേഷതയാണ്. എന്നാൽ വോട്ടർ വോട്ട് ചെയ്യുന്നത് പാർട്ടി ലിസ്റ്റ് ആണെന്ന് പറയുന്നു. അത് ശരിയാണോ? ശരിയല്ല അല്ലേ? വോട്ട് ചെയ്യുന്നത് വ്യക്തികൾക്കാണ്, പാർട്ടി ലിസ്റ്റ് അല്ല, വ്യക്തികൾക്കാണ്. പാർട്ടി ലിസ്റ്റ് ആനുപാതിക പ്രാതിനിധ്യ രീതിയിലുള്ളതാണ്. ഇനി വോട്ട് ശതമാനത്തിനനുസരിച്ച് നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നു എന്ന് പറയുന്നതും ഇതനുസരിച്ച് തെറ്റാണ്. ഇതിൽ വോട്ട് ശതമാനവും സീറ്റും തമ്മിൽ ഉള്ള ആനുപാതിക ബന്ധമൊന്നും ഇവിടെയില്ല. ഓക്കെ. അടുത്ത ചോദ്യം. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണ്? ജോലി ചെയ്യുവാനുള്ള അവകാശം, സാമ്പത്തിക ചൂഷണത്തിനെതിരായ അവകാശം, സാമൂഹികവും സാമ്പത്തികവുമായ നീതിക്കുള്ള അവകാശം. മൗലിക അവകാശങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാണ്? മൗലികാവകാശം ഇവയൊന്നുമല്ല കേട്ടോ. പെട്ടെന്ന് ഇതൊക്കെ കാണുമ്പോൾ നേരെ പോയി കുത്തരുത്. കാരണം ജോലി ചെയ്യുവാനുള്ള അവകാശം, സാമ്പത്തിക ചൂഷണത്തിനെതിരായ അവകാശം, സാമൂഹികവും സാമ്പത്തികവുമായ നീതിക്കുള്ള അവകാശമൊക്കെ വരുന്നത് നമ്മുടെ നിർദ്ദേശക തത്വങ്ങളിലാണ്, മൗലിക അവകാശങ്ങളിലല്ല കേട്ടോ. അടുത്ത ചോദ്യം. അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ശരിയല്ലാത്തത്. ഓക്കെ.
അവിശ്വാസ പ്രമേയം പാസ്സായാൽ പകരം മന്ത്രിസഭ നിലവിൽ വരുന്നതുവരെ നിലവിലെ മന്ത്രിസഭ തുടരുന്നു. അവിശ്വാസ പ്രമേയത്തിന് സ്പീക്കറുടെ അനുമതി ആവശ്യമാണ്. 2 അവിശ്വാസ പ്രമേയങ്ങൾ തമ്മിലുള്ള കാലയളവ് 3 മാസമായിരിക്കും. 3 മാസം. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ശരിയല്ലാത്തതാണ്. ഏതാണ് ശരിയല്ലാത്തത്? 1ഉം 3ഉം ശരിയല്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത്. എന്തൊക്കെയാ തെറ്റ് നോക്കി. ഒന്നാമത്തേല് അവിശ്വാസ പ്രമേയം പാസ്സായാൽ പകരം മന്ത്രിസഭ വരുന്നത് വരെ നിലവിലെ മന്ത്രിസഭ തുടരുമോ? ഇല്ല. പ്രമേയം പാസ്സായാൽ മന്ത്രിസഭ ഉടനെ എന്ത് ചെയ്യണം? രാജിവെക്കണം. ദെൻ അവിശ്വാസ പ്രമേയത്തിന് സ്പീക്കറുടെ അനുമതി ആവശ്യമാണ്. അത് കറക്റ്റാണ്. മൂന്നാമത്തെ തെറ്റെന്താണ്? 2 അവിശ്വാസ പ്രമേയങ്ങൾ തമ്മിലുള്ള കാലയളവ് 3 മാസമല്ല 6 മാസമാണ് കേട്ടോ. സാധാരണയായിട്ടത് 6 മാസമാണ്. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങളുടെ സവിശേഷതകളിൽ ശരിയായവ ഏതെല്ലാം? ശരിയായിട്ടുള്ളത്. ഓക്കെ. ഭരണകൂടത്തിന്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നു, കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടുന്നു, മൗലിക അവകാശങ്ങളിൽ ചിലത് ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്ക് ലഭ്യമായ അവകാശമാണ്. ഇതൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാ? എല്ലാം ശരിയാണല്ലേ. ഭരണകൂടത്തിന്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നുണ്ട്, കറക്റ്റാണ്. പിന്നെ കോടതി മുഖേന സംരക്ഷിച്ചു കിട്ടുന്നു. പിന്നെ ചില അവകാശങ്ങൾ വിദേശ പൗരന്മാർക്ക് ലഭ്യമാണ്. ഇപ്പോൾ 14 ആർട്ടിക്കിൾ 14 പോലെയുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? സംസ്ഥാന ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പാണ്? 356. ഓപ്ഷൻ എ 356 അല്ലേ. അതായത് സംസ്ഥാനത്തിലെ ഭരണഘടനാ തകരാറിനെ തുടർന്ന് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്ന വകുപ്പാണ് ഇത് ഈ 356 എന്ന് പറയുന്നത്. ഓക്കെ. ഈ 324 ഏതാ? 324 ഇലക്ഷൻ കമ്മീഷൻ അല്ലേ. 352 ഏതാ? ആ ദേശീയ അടിയന്തരാവസ്ഥയാണ് കേട്ടോ. ദേശീയ അടിയന്തരാവസ്ഥ. അടുത്തത്, സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം ഏതാ? 300A അല്ലേ. 1978 44-ാം ഭരണഘടനയിലൂടെയാണ് ഇത് മൗലിക അവകാശത്തിൽ നിന്ന് മാറ്റി എന്താക്കിയത്? നിയമപരമായ അവകാശമാക്കി മാറ്റിയത്. അടുത്തത്, മൗലിക കടമകൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളുന്നത്? മൗലിക കടമകൾ ഏത് ഭാഗത്താണ്? ഭാഗം 4A കേട്ടോ. ഭാഗം 4A മൗലിക കടമകൾ വരുന്നത്. 42ാം ഭേദഗതി വഴിയാണ് അത് കൂട്ടിച്ചേർത്തത്. 3 ഏതാണ്? ഭാഗം 3 മൗലിക അവകാശം. ഭാഗം 4 ഏതാണ്? നിർദ്ദേശക തത്വങ്ങളാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏത്? കൺകറന്റ് ലിസ്റ്റിൽ നമ്മൾ കണ്ടതാണല്ലേ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള അതേ ഇത് തന്നെയാണ്. ഏതാണ്? ട്രേഡ് യൂണിയൻസ് ഏതിലാണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ്. ബാക്കി നോക്കിയേ, വ്യാപാരവും വാണിജ്യവും, പൊതുജനാരോഗ്യം, കൃഷി, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? അതൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വുമൺ APO ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്? പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത് എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് എന്നതാണ് ചോദ്യം. ഏതാണ്? ആർട്ടിക്കിളിൽ 16 4 കേട്ടോ. അതായത് പൊതുമേഖലാ തൊഴിൽ നിയമനങ്ങളിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യമില്ലെങ്കിൽ അവർക്ക് സംവരണം നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 16 4 പറയുന്നത് കേട്ടോ. 16 6 ഏതാണ്? 16 6 അത് നമ്മുടെ EWS എക്കണോമിക്കലി വീക്കർ സെക്ഷനിലെ അതാണ് കേട്ടോ. ഓക്കെ. പിന്നെ ആർട്ടിക്കിൾ 17 ഏതാണ്? അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ നിരോധനം അല്ലേ. അതെ. അടുത്തത്, താഴെ തന്നിരിക്കുന്നതിൽ റിട്ടുകളും ലക്ഷ്യങ്ങളുമാണ്. ഓക്കെ. അവയിൽ തെറ്റായത് ഏത്? നോക്കിയേ. മാൻഡമസ്, ഒരു ഉദ്യോഗസ്ഥൻ നിയമപരമായ കർത്തവ്യം ചെയ്യാത്തപ്പോൾ. കോവാറന്റോ, ഒരു വ്യക്തി അർഹതയില്ലാത്ത സ്ഥാനത്ത് ഇരിക്കുമ്പോൾ. സെർഷ്യോററി, ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധിക്കപ്പുറമുള്ള ഒരു കേസ് പരിഗണിക്കുമ്പോൾ. ഹേബിയസ് കോർപ്പസ്, അനധികൃത തടങ്കലിനെതിരെ. തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് തെറ്റായത്? 3ാമത്തെ തെറ്റാണല്ലേ. ഇപ്പോൾ ഓപ്ഷൻ D ആണ് വരുന്നത്. അതായത് സെർഷ്യോററി ഏതാണ്? ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധിക്ക് അപ്പുറമുള്ള ഒരു കേസ് പരിഗണിക്കുമ്പോൾ. അവിടെ എന്താണ് തെറ്റ്? അങ്ങനെയല്ല, അധികാര പരിധി മറികടന്ന് കേസ് നടത്തുമ്പോൾ അത് തടയാൻ ഏതാണ്? സെർഷ്യോററി ആണോ? അല്ല, അവിടെ പ്രൊഹിബിഷൻ ആണ് വരുന്നത് അല്ലേ. പ്രൊഹിബിഷൻ. ഇനി വിധി വന്ന ശേഷം അത് റദ്ദാക്കാനായാണ് സെർഷ്യോററി ഉപയോഗിക്കുന്നത്. ഓക്കെ.
ബാക്കിയെല്ലാം കറക്റ്റാണ് കേട്ടോ. മാൻഡമസ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ നിയമപരമായ കർത്തവ്യം ചെയ്യാത്തപ്പോൾ, കോ വാറന്റോ ഒരു വ്യക്തി അർഹതയില്ലാത്ത സ്ഥാനത്ത് ഇരിക്കുമ്പോൾ, ഹേബിയസ് കോർപ്പസ് അനധികൃത തടങ്കലിനെതിരെ. അടുത്ത ചോദ്യം, ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ജവഹർലാൽ നെഹ്റു ആണ്. എന്നാണത്? 1946 ഡിസംബർ 13 അല്ലേ. അതാണ് നമ്മുടെ പിന്നീട് എന്തായി മാറിയത്? ആമുഖമായിട്ട് മാറിയത്. അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. BN റാവു ഭരണഘടനാ ഉപദേശകനായിരുന്നു അല്ലേ. അതെ. അടുത്തത്, ഇവയിൽ ദ്വിമണ്ഡല നിയമസഭകൾ ഉള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ബൈകാർമൽ ലെജിസ്ലേച്ചർ ഉള്ളത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്? ഉത്തർപ്രദേശും തെലങ്കാനയും. നിലവിൽ 6 സംസ്ഥാനങ്ങളിലാണ് ഈ ദ്വിമണ്ഡല സഭയുള്ളത്. ഏതൊക്കെയത്? ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന. ഓക്കെ. ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ്, ഇത് ബീഹാറാണ് കേട്ടോ. ബീഹാർ, മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന. അടുത്ത ചോദ്യം, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണല്ലേ, വീണ്ടും റിപ്പീറ്റായി വന്നേക്കുന്നതാണ്. ഇത് PK തുങ്കൻ കമ്മിറ്റിയാണ്. PK തുങ്കൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണഘടനാ പദവിയെ ശക്തമായി പിന്തുണച്ച കമ്മിറ്റിയാണ്. അടുത്തത്, ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്? 19 പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്? 6 അവകാശങ്ങളാണ് അല്ലേ. അടുത്ത ചോദ്യം, ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? എത്ര രീതിയിലാണ്? 3 രീതിയിലാണ് കേട്ടോ. ഏതൊക്കെയത്? 1955 പൗരത്വ നിയമപ്രകാരം 3 രീതികളുണ്ട്. ഒന്നാമത്തേത് ഉപേക്ഷിക്കൽ, പിന്നെ ടെർമിനേഷൻ അഥവാ അവസാനിപ്പിക്കൽ, പിന്നെയുള്ളത് റദ്ദാക്കൽ. അങ്ങനെ 3 രീതിയിലാണ്. അടുത്തത്, സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഷയത്തിൽ പെടുന്നു? അതായത് ഏത് ലിസ്റ്റിലാണ് പെടുന്നത്? ഏതാ? കൺകറന്റ് ലിസ്റ്റിലാണ് കേട്ടോ. അതായത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരേപോലെ നിയമനിർമ്മാണം നടത്താൻ സാധിക്കുന്നതാണല്ലേ കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും ഇതിലാണ്? കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഏതാണ്? സ്റ്റോർ കീപ്പർ മെയിൻസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് നോക്കിയിട്ട് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. കാലക്രമത്തിൽ എഴുതുക. ഇന്ത്യയിലെ രാഷ്ട്രപതിമാരുടെ വർഷം കറക്റ്റായിട്ട് അറിയണം, എന്നാൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യത്തെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പം തന്നെ ഒരു ഓപ്ഷൻ നമുക്ക് വെട്ടിക്കളയാൻ പറ്റും അല്ലേ. ആദ്യം ഏതാണ് വരുന്നത്? രാജേന്ദ്ര പ്രസാദ്. ഒരു ഓപ്ഷൻ അങ്ങനെ പോയി. ഇനി ആരാണ് വരുന്നത്? രാജേന്ദ്ര പ്രസാദ് 1950 മുതൽ 62 വരെയാണ്. ഇനി ആരാ വരുന്നത്? 62 മുതൽ 67 വരെ ആരായിരുന്നു? S രാധാകൃഷ്ണൻ. അതും നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ സിയും ബിയും കിട്ടി. അപ്പോൾ ഒരു ഓപ്ഷൻ നമ്മൾ വേറെ എലിമിനേറ്റ് ചെയ്തു. ഇനി അടുത്തത് ആരാണ്? അപ്പോൾ 1 രാജേന്ദ്ര പ്രസാദ്, 2 S രാധാകൃഷ്ണൻ, മൂന്നാമത് വരുന്നത് ആരാണ്? സക്കീർ ഹുസൈൻ. 67-69 സക്കീർ ഹുസൈൻ ആണല്ലേ. ഇത് ഏറ്റവും തുടക്കത്തിലുള്ളതായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. അവസാനം VV ഗിരി വരുന്നത് 69-74 അടുത്തത്, ചേരുംപടി ചേർക്കുക. അംഗത്തിൻ്റെ കാലാവധി 6 വർഷം. ലെഫ്റ്റ് സൈഡാണ് കേട്ടോ വായിക്കുന്നത്. പിന്നെ ധനകാര്യ ബില്ല് ആദ്യം അവതരിപ്പിക്കുന്ന സഭ രാജ്യസഭ, ലോകസഭ. റൈറ്റ് സൈഡിൽ എന്തൊക്കെയുണ്ട്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, രാജ്യസഭ, ലോകസഭ, ഹൗസ് ഓഫ് ദ പീപ്പിൾ. എങ്ങനെ ഇത് ചേർക്കാൻ പറ്റും നമുക്ക്? ആദ്യം അംഗത്തിൻ്റെ കാലാവധി 6 വർഷം. അതെവിടെയാണ്? 6 വർഷം വരുന്നത് രാജ്യസഭയിലാണ്. ദെൻ ധനകാര്യ ബില്ല് ആദ്യം അവതരിപ്പിക്കുന്ന സഭ അതെവിടെയാണ്? അത് ലോകസഭയിലാണ്. പിന്നെ രാജ്യസഭ എന്ന് പറയുന്നതിന് നമ്മൾ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു. ലോകസഭ ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വേണ്ട യോഗ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വേണ്ട യോഗ്യതകളെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 58 ഓപ്ഷൻ എ ആണ് കേട്ടോ. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുവാനുള്ള യോഗ്യത, അതായത് ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളതൊക്കെ പറയുന്ന ആർട്ടിക്കിൾ ഏതിലാണ്? 58 കേട്ടോ. 61 എന്താ? 61 ചോദിക്കാറുള്ളതാണ്. ഇംപീച്ച്മെൻ്റ് ആണ് കേട്ടോ 61. 368 എന്താ? അത് ഭേദഗതി, അമെൻമെൻ്റായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. 52 പറയുന്നത് ഇന്ത്യക്കൊരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്നതാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സ്വതന്ത്രവും
നിഷ്പക്ഷവുമായ ഒരു നീതിന്യായ സംവിധാനം ഉറപ്പാക്കാനായി ഭരണഘടന നൽകിയിരിക്കുന്ന വ്യവസ്ഥകളിൽ പെടാത്തതേതാണ്? ഓക്കെ, ജഡ്ജിമാരെ നിയമിക്കുന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ജഡ്ജിമാർക്ക് മതിയായ പ്രതിഫലം നൽകണം. പ്രതിപക്ഷ പാർട്ടിയിലെ അംഗങ്ങൾക്ക് ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുവാനുള്ള അധികാരം. ജഡ്ജിമാരുടെ കാലാവധിക്ക് ഉറപ്പു നൽകുക. ഏതാണ് ഇതിൽ പെടാത്തത്? ഏതാണ്? 3 അല്ലേ? സി, 3 മാത്രം. അതായത് പ്രതിപക്ഷ പാർട്ടിയിലെ അംഗങ്ങൾക്ക് ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുവാനുള്ള അധികാരം എന്നത് തെറ്റാണ്. ആണല്ലോ. അതെ, ഇന്ത്യയിൽ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത് കൊളീജിയൻ സംവിധാനത്തിലൂടെയാണ്. പ്രതിപക്ഷത്തിന് എന്തില്ല, അതിൽ പങ്കില്ല. അത് നീതിന്യായ വ്യവസ്ഥയുടെ സ്വതന്ത്ര ഇതായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം അതാണ് തെറ്റ്. ബാക്കി 3 ശരിയാണ്. നോക്കി, ജഡ്ജിമാരെ നിയമിക്കുന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ശരിയാണ്. അവർക്ക് മതിയായ പ്രതിഫലം നൽകണം. അതും ശരിയാണ്. കാലാവധി ഉറപ്പ് നൽകണം. അതും ശരിയാണ്. അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുകയാണ്. നോക്കി, ലെഫ്റ്റ് സൈഡ് ഞാൻ ആദ്യം വായിക്കാം, എന്നിട്ട് റൈറ്റ് സൈഡ് വായിക്കാം കേട്ടോ. 91 ഭരണഘടനാ ഭേദഗതി, 74 ഭരണഘടനാ ഭേദഗതി, 86, 42. റൈറ്റ് സൈഡിൽ എന്താണ്? നഗര തദ്ദേശ സ്ഥാപനങ്ങളെ ഭരണഘടനാവൽക്കരിച്ചു. ഏതായത് വരുന്നത്? അത് 74 നഗരസഭ, നഗര തദ്ദേശ സ്ഥാപനങ്ങളെ ഭരണഘടനാവൽക്കരിച്ചത് 74. ദെൻ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത്, അതേതാണ്? വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത് 86 ഭരണഘടനാ ഭേദഗതി. ദെൻ മന്ത്രിമാരുടെ എണ്ണം ലോക്സഭാ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് പറഞ്ഞത് 91 ഭരണഘടനാ ഭേദഗതി. ലോകസഭയുടെ കാലാവധി 6 വർഷമാക്കി. അത് 42. അതായത് അത് പിന്നീട് 44 ഭേദഗതിയിലൂടെ അത് വീണ്ടും എന്ത് വർഷമാക്കി? 5 വർഷമാക്കി കേട്ടോ. 5 വർഷമായി കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണേ. അടുത്ത ചോദ്യം, ഏറ്റവും ലാസ്റ്റ് ചോദ്യമാണ്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആരാണിപ്പോൾ? അജിത് ഡോവൽ അല്ലേ? ഇന്ത്യയുടെ നിലവിലെയും ഏറ്റവും ദീർഘകാലവുമായി സേവനം അനുഷ്ഠിക്കുന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? അജിത് ഡോവലാണ്. ഈ PYQ സെക്ഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആണ് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് റിലേറ്റഡ് ഫാക്റ്റും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എല്ലാവർക്കും നന്നായി പഠിക്കാനും സാധിക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്ക് അറിയാമല്ലേ, ഒരു ക്വസ്റ്റ്യൻ തന്നെ, ഒരേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ റിപ്പീറ്റഡായി റിലേറ്റഡ് ഫാക്റ്റും കൂടി പഠിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ ചെറിയ ചെറിയ ടോപ്പിക് വൈസ് കാര്യങ്ങളും നമ്മുടെ ഈ 20 days ചലഞ്ച് അടുത്ത ആഴ്ച തീരുമല്ലോ, അത് കഴിഞ്ഞിട്ട് എക്സാമിന് മുന്നേ നമുക്ക് തരാം കേട്ടോ. താങ്ക് യു.